ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ ആജിങ്ങിനോടുള്ള പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് തൻ്റെ വൈഫായിരുന്നോളം തന്നെ ഹീറോയിൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ. അവൻ പറഞ്ഞത് കേട്ട് അവളും നമ്പരുന്നെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ ദേഷ്യത്തോടെ അവൻ്റെ കൈ തട്ടി മാറ്റിയിട്ട്, ഒരു ദിവസം നമുക്കിടയിൽ തെറ്റായി അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി എന്ന് പറഞ്ഞ് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കയറിക്കൂടിയിട്ടുണ്ടായിരുന്നു. ഞാൻ എന്താ നിങ്ങളെ വിവാഹം കഴിക്കുമെന്ന് വിചാരിച്ചോ? ഇതൊക്കെ എന്നോട് പറയാൻ തന്നെ നിങ്ങൾക്ക് നാണമാവുന്നില്ലേ എന്ന് അവള് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. പോകുന്നതിന് മുമ്പായി ലാസ്റ്റ് ഒരു കാര്യം കൂടി പറയണമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ചാർമിങ് ആണെങ്കിൽ ഇപ്പോൾ പ്രഗ്നന്റും കൂടിയാണ്, നിങ്ങളൊരു മുത്തശ്ശനും കൂടി ആവാൻ പോവുകയാണെന്ന് അവൾ പറയുന്നുണ്ട്. ഇനി നിങ്ങളോടൊന്നും എനിക്ക് പറയാനില്ല, ഞാൻ പോകാൻ പോവുകയാണെന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ നിനക്കെന്താ ബ്രേക്കപ്പായി, അത്രയല്ലേ ഉള്ളൂ. നമുക്കത് സെലിബ്രേറ്റ് ചെയ്യാം, നീ എന്നോടൊപ്പം വാ. എന്നോടൊപ്പം ചേർന്ന് തന്നെ നീ ഡ്രിങ്ക്സ് കഴിക്കുക. അതിനിപ്പോൾ നീ എൻ്റെ വൈഫ് ആവണമെന്നോ ലവർ ആയിരിക്കണമെന്നൊന്നും ഇല്ലല്ലോ. ജസ്റ്റ് എന്നോടൊപ്പം ഇരുന്ന് ഡ്രിങ്ക്സ് കഴിക്കുക. നീ വിഷമത്തിലായതുകൊണ്ട് തന്നെ ഞാൻ നിനക്ക് കമ്പനി തരാമെന്ന് അവൻ പറയുന്നുണ്ട്. ഹീറോയിൻ സൈലൻ്റായി തന്നെ ഡ്രിങ്ക്സ് കുടിക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ഇതേസമയം പഴയ കാര്യങ്ങളൊക്കെ ഹീറോയിൻ ഓർത്തെടുക്കുന്നുണ്ട്. ചൈനീസ് പരമ്പരാഗത നൃത്തമൊക്കെ ഹീറോയിൻ ചെയ്യുമായിരുന്നു. എന്നാൽ ആജിങ് എന്താണ് അവളോട് പറഞ്ഞതെന്ന് വെച്ചാൽ, എൻ്റെ കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ച് കയറി വരണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇങ്ങനെയുള്ള നൃത്തമൊന്നും തൻ്റെ കുടുംബത്തിൽ അംഗീകരിക്കില്ല. ഇങ്ങനെ മറ്റാണുങ്ങളുടെ മുമ്പിലൊന്നും നൃത്തം ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞ് അവൾ നൃത്തം അഭ്യസിക്കുന്നത് അവിടെ വെച്ച് തന്നെ അവൻ നിർത്തിക്കുകയായിരുന്നു. ഇതൊക്കെ ഓർത്തെടുത്തപ്പോൾ അവളുടെ ഉള്ളിൽ വല്ലാത്ത നിരാശ തോന്നുന്നുണ്ട്. കാരണം അവന് വേണ്ടിയിട്ടാണല്ലോ താൻ ഇതൊക്കെ ഉപേക്ഷിച്ചത്. തൻ്റെ അമ്മയ്ക്ക് ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, താൻ നല്ലൊരു നർത്തകിയാവണമെന്നുള്ളത്. എന്നാൽ അവന് വേണ്ടി ഞാൻ അത് ഉപേക്ഷിച്ചു. എന്നാൽ ഇങ്ങനെ ഒരു ചതിയിന് വേണ്ടിയിട്ടാണല്ലോ താൻ ഇതൊക്കെ വേണ്ടാന്ന് വെച്ചെന്ന് തന്നെ അവൾ ഹീറോ എടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ തന്നെ ഹീറോ പറയുന്നുണ്ട്, ആരാ പറഞ്ഞത് തൻ്റെ കുടുംബത്തിൽ നൃത്തം ചെയ്തുകൂടാന്ന്? നിനക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നീ ഇവിടെ വേണമെങ്കിലും നൃത്തം ചെയ്തോ എന്ന് അവൻ പറയുന്നുണ്ട്. തുടർന്ന് അവൾക്ക് നൃത്തം ചെയ്യാനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്യുന്നുണ്ട്. കെന്നി ആവട്ടെ അന്നൊരു ദിവസത്തേക്ക് ആ ബാറ് റെന്റിനെടുക്കുകയും അവിടെ വന്നവർക്കൊക്കെ പണം നൽകി മടക്കി അയക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ നൃത്തം ആരംഭിക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ കണ്ണെടുക്കാതെ അവളുടെ ഓരോ ചുവടുകളും ശ്രദ്ധിക്കുകയായിരുന്നു. ഹീറോ കണ്ണെടുക്കാതെ അവളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടിട്ട് കെന്നി ആവട്ടെ, ബോസ് ഇതുവരെയും ഒരു പെൺകുട്ടിയെ പോലും ഇങ്ങനെ നോക്കിയിട്ടേ ഇല്ല. ഹീറോയിനെ അത്രത്തോളം ഇഷ്ടപ്പെട്ടു പോയോ എന്ന് തന്നെ കെന്നി ചിരിച്ചുകൊണ്ട് മനസ്സിൽ വിചാരിക്കുന്നു. ഇതിനപ്പുറം ഞാൻ നിങ്ങളെ അങ്കിളെന്ന് വിളിക്കേണ്ട കാര്യമില്ലല്ലോ, പേര് ചൊല്ലി വിളിക്കാമല്ലോ എന്ന് ഹീറോയിൻ പറയുന്ന കേട്ടപ്പോൾ ഹീറോയ്ക്കാണെങ്കിൽ തൻ്റെ നെഞ്ചിലെ പകുതി ഭാരം കുറഞ്ഞല്ലോ എന്നോർത്ത് വളരെയധികം സന്തോഷമാവുന്നുണ്ട്. ചിരിച്ചുകൊണ്ട് തന്നെ, കഴിഞ്ഞ പ്രാവശ്യം വേസ്റ്റ് ബിന്നിലിട്ടതുപോലെ ഇതും വേസ്റ്റ് ബിന്നിലിടാതെ നിനക്കെന്തെങ്കിലും ഹെൽപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തന്നെ വിളിച്ചാൽ മതി, അതുവരെ ഞാൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്യില്ല എന്ന് പറഞ്ഞു തന്നെ അവൻ്റെ കാർഡ് അവളുടെ പക്കൽ കൊടുക്കുന്നുണ്ട്. പിറ്റേ ദിവസം കോളേജിൻ്റെ എൻട്രൻസിൽ തന്നെ ഹീറോയിനെ കാണാനായി ആജിങ് വരുന്നുണ്ട്. ദയവ് ചെയ്ത് എനിക്കൊരു ചാൻസും കൂടി തരണം, എല്ലാം മറന്നിട്ട് ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നോളാം എന്ന് തന്നെ അവൻ പറയുമ്പോൾ, ആ കുഞ്ഞിനെ എന്ത് ചെയ്യുമെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അതിനെ അബോട്ട് ചെയ്യാന്നേ ഉള്ളൂ എന്ന് ഒരു കൂസലുമില്ലാതെ തന്നെ അവൻ പറയുന്നത് കേട്ടപ്പോൾ ഹീറോയിൻ എന്തെന്നില്ലാത്ത ദേഷ്യം അനുഭവപ്പെട്ടു. നീയൊന്നും ഒരു മനുഷ്യനെയല്ല, ഒരു കൊച്ചു കുഞ്ഞിനോട് പോലും നിനക്ക് തീരെ ആത്മാർത്ഥതയില്ലെന്ന് പറഞ്ഞു തന്നെ അവളാവട്ടെ അവൻ്റെ കരണത്തടിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഹീറോയിൻ നടന്ന സത്യങ്ങളെല്ലാം അവനോട് പറയുന്നുണ്ട്. തനിക്ക് ഒരു തെറ്റ് ചെയ്തു, അറിയാതെ പറ്റിപ്പോയതാണ്. നിന്നോടത് പറയണേ എത്രമാത്രം ഞാൻ ശ്രമിച്ചു എന്നറിയോ? എന്തുമാത്രം കുറ്റബോധം തൻ്റെ ഉള്ളിൽ തോന്നിയെന്നറിയാമോ? എന്നാൽ നീ എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്തല്ലോ എന്ന് ചോദിക്കുമ്പോൾ, എന്ത്, നീ തെറ്റ് ചെയ്തെന്നോ? അങ്ങനെയൊന്നും നടക്കാൻ യാതൊരു ചാൻസുമില്ല. ആരാണവൻ? മര്യാദയ്ക്ക് അവൻ്റെ പേര് പറ എന്ന് പറഞ്ഞു തന്നെ അവൻ ദേഷ്യപ്പെടുന്നുണ്ട്. ആരാണെങ്കിലും നിനക്കെന്താ? അന്ന് അങ്ങനെ ഒരു സംഭവം നടന്നല്ലോ എന്ന് ഓർത്ത് ഇത്രയും നാളെ ഞാൻ വല്ലാതെ ഫീൽ ചെയ്തിരുന്നു. ഇപ്പോൾ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഞാൻ വളരെ ഹാപ്പിയാണെന്ന് പറഞ്ഞു തന്നെ അവളാവട്ടെ അവനെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. സോ ദയവ് ചെയ്ത് എൻ്റെ പിന്നാലെ ഇങ്ങനെ ചുറ്റരുത്. നീ ഇല്ലെങ്കിലും എനിക്ക് വേറെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്, അത് നിനക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇതൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു തന്നെ ഹീറോയിൻ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അന്ന് നൈറ്റ് അവൾ ആരോടൊപ്പമായിരുന്നു ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെ ആ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ അവൻ കോൾ ചെയ്യുന്നുണ്ട്. പിന്നീട് ആജിങ് ആവട്ടെ ക്ലബിലേക്ക് പോയി ഒരുപാട് മദ്യപിക്കുകയും ഒരുപാട് കരയുകയും തുടർന്ന് ആരെയൊക്കെയോ പിടിച്ച് തല്ലുകയും ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അവന് പോലും അറിയില്ല, അത്രത്തോളം ഭ്രാന്തമായ ഒരു അവസ്ഥയിൽ അവൻ എത്തിയിരുന്നു. ഇതൊക്കെ കണ്ടിട്ട് ഹീറോയിൻ തടയാനായി പോകുന്നുണ്ടെങ്കിലും ഉടനടി ഹീറോ വന്ന് അവളുടെ കയ്യിൽ പിടിച്ചിട്ട് അവൻ്റെ വിഷയത്തിലൊന്നും ഇടപെടരുത്, എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഹീറോയിനെ ഇവിടെ നിന്ന് മാറ്റി നിർത്തിയതിനു ശേഷം ഹീറോ അകത്തേക്ക് ചെല്ലുന്നുണ്ട്. ആജിങ് അവനെ കണ്ട ഉടനെ തന്നെ വല്ലാതെ പരിഭ്രാന്തനാവുന്നുണ്ട്. ഹീറോയെ കണ്ട മാത്രത്തിൽ തന്നെ ഭയന്ന് അവൻ പിന്മാറുന്നുണ്ട്. എഴുന്നേറ്റ് നിൽക്കാൻ പോലുള്ള ശക്തി അവനില്ലായിരുന്നു, അത്രത്തോളം ബോധമില്ലാതെയാണ് അവൻ നിൽക്കുന്നത്. നിന്നോട് അപ്പോഴേ പറഞ്ഞല്ലേ ലൈഫിൽ സത്യസന്ധമായി തന്നെ പെരുമാറണമെന്ന്, ഇപ്പോൾ എന്തിനാ ഇങ്ങനെ ഭ്രാന്തനെ പോലെ പെരുമാറുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ തന്നെ അറിയാതെ ചെയ്തു പോയാണ്, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ഹീറോയുടെ അവൻ മാപ്പ് അപേക്ഷിക്കുന്നു. എന്നിരുന്നാലും അതൊന്നും കേൾക്കാൻ ഹീറോ തയ്യാറല്ലായിരുന്നു. നീ ഇനി മുതൽ ഇവിടെ നിൽക്കണ്ട, നിന്നെ ഞാൻ എബ്രോഡിലേക്ക് അയക്കുകയാണ്, നീ ഇനി നിന്റെ അങ്കിളിനോടൊപ്പം ജീവിച്ചാൽ മതിയെന്ന് പറഞ്ഞ് അവനെ എബ്രോഡിലേക്ക് വിടാൻ ഹീറോ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ മകനോട് ഇത്രത്തോളം ഹാർഷായി പെരുമാറുന്നതെന്ന് ഹീറോയിൻ ചോദിക്കുന്നുണ്ട്. തൻ്റെ മൊത്ത സാമ്രാജ്യം നോക്കി നടത്തണമെന്നുണ്ടെങ്കിൽ അവനതിന് കഴിവുണ്ടായിരിക്കണം, തൻ്റെ അനന്തരവാശിയായിരിക്കണമെങ്കിൽ അവനെ റെഡിയാക്കി എടുത്തേ മതിയാവൂ, അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഹീറോ വ്യക്തമാക്കുന്നു. ഇതൊക്കെ കേട്ടിട്ട് അവൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ തന്നെ ഹീറോ പറയുന്നുണ്ട്, എൻ്റെ മകൻ അത്ര പെട്ടെന്നൊന്നും നിന്നെ വെറുതെ വിടാൻ തയ്യാറാവില്ല.
അവനൊരു അഹങ്കാരിയാണ്. അവനിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ പറഞ്ഞ ഓഫർ സ്വീകരിച്ചാൽ മതിയാവുമെന്ന് അവൻ വ്യക്തമാക്കുന്നു. അയ്യോ, തന്നെ വെറുതെ വിട്ടേക്ക്, നിങ്ങളെ വേണ്ട, നിങ്ങളുടെ മകനെയും വേണ്ട എന്ന് പറഞ്ഞ് തന്നെ ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോയിന്റെ അങ്കിൾ ആവട്ടെ അവളെ വീട്ടിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പുറത്തുള്ള താമസമൊക്കെ മതിയാക്കി അവിടെ തന്നെ താമസിക്കാൻ അയാൾ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഇനി ഇവിടെ വന്ന് താമസിക്കാൻ തനിക്കാവില്ല എന്നവൾ പറയുന്നു. നീ ഒരു കാര്യം മനസ്സിലാക്കണം, മുത്തശ്ശന്റെ വിൽപത്രം അനുസരിച്ച് നിന്റെ വിവാഹം നടക്കേണ്ട സമയമായിരിക്കുന്നു. ഇപ്പോൾ നീ വിവാഹം കഴിക്കാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ നിന്റെ സ്വത്തുക്കളെല്ലാം എനിക്ക് വന്ന് ചേരുന്നതായിരിക്കും. അതുമാത്രമല്ല, താൻ ആരെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെടുന്നു അയാളെ തന്നെ നീ വിവാഹം കഴിക്കുകയും വേണം. ഇപ്പോൾ നീ നിന്റെ ബോയ് ഫ്രണ്ടിനെ വരെ ബ്രേക്കപ്പ് ചെയ്തിരിക്കുകയായിരുന്നു. അവനൊരു പണക്കാരനായതുകൊണ്ട് തന്നെ അവനെ നീ ലവ് ചെയ്യട്ടെ എന്ന് തന്നെ ഞാനും കരുതി. ഇപ്പോൾ നീ തന്നെ അവനെ ബ്രേക്കപ്പ് ചെയ്ത സ്ഥിതിക്ക് വിവാഹം കഴിക്കാൻ നിനക്ക് അനുവദിച്ചിരിക്കുന്ന ടൈമിൽ നിനക്ക് ഒരു വിവാഹം കഴിക്കാൻ സാധിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ സ്വത്തുക്കളൊക്കെ തനിക്ക് തന്നെ എഴുതി നൽകാനും അയാൾ ആവശ്യപ്പെടുന്നു. ഹീറോയിനോടുള്ള പെരുമാറ്റമൊക്കെ വെച്ച് അയാൾ ഒരു നല്ലവനാണെന്ന് കരുതി. പക്ഷേ ആ കൂട്ടത്തിലെ തന്ത്രശാലി ഇയാൾ തന്നെയായിരുന്നു. കുഴപ്പമില്ല, നിങ്ങളാരും എന്നെ കുറിച്ച് ഓർത്ത് ഇത്രയധികം ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നെ വിവാഹം കഴിക്കാൻ ആള് റെഡിയാണ്. എഗ്രിമെന്റ് പ്രകാരം ഇനി 2 മാസം ടൈം ഉണ്ടല്ലോ എന്ന് അവൾ പറയുമ്പോൾ തന്നെ അയാളുടെ മകളാവട്ടെ, നീ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യനെ എന്റെ അച്ഛനും കൂടി ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഇത് നടക്കൂ എന്ന് പറയുന്നുണ്ട്. എന്തായാലും താൻ കണ്ടുപിടിച്ചു വെച്ചിരിക്കുന്ന ആളെ കണ്ടിട്ട് ഒരിക്കലും നിന്റെ അച്ഛൻ നോ പറയില്ല എന്ന് തന്നെ ഹീറോയിൻ നല്ല കോൺഫിഡന്റ് ആയി പറയുന്നു. ഹീറോ ആവട്ടെ ഗൺസ് ഒക്കെ വിൽക്കുന്ന സമയത്തായിരുന്നു ഹീറോയിൻ അവനെ വിളിച്ചിട്ട് അത്യാവശ്യമായി ഒന്ന് കാണണമെന്ന് പറയുന്നത്. അവനാണെങ്കിൽ ഇതിൽ പരം ഒരു സന്തോഷമില്ലായിരുന്നു. ഇത്രയും അർജന്റായിട്ടുള്ള ഒരു കാര്യത്തിന് വന്നിരുന്നയാണെങ്കിൽ പോലും അവൻ ഉടനടി തന്നെ അവളെ കാണാനായി അവിടെ നിന്ന് പുറപ്പെടുന്നുണ്ട്. എന്റെ ദൈവമേ, ബോസാണെങ്കിൽ ഒരു സിംഹം പോലെ ജീവിച്ചുകൊണ്ടിരുന്നേ ഇപ്പതാ ഒരു പൂച്ചക്കുട്ടി പോലെ തന്നെ പോകുന്നല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ കെൻ അവനെ കളിയാക്കുന്നുണ്ട്. അവിടെ എത്തിയപ്പോൾ തന്നെ ഹീറോയിൻ ആവട്ടെ അവനോട് ചോദിക്കുന്നുണ്ട്, എനിക്കിതിനു മുമ്പ് ഒരു ഓഫർ തന്നിരുന്നല്ലോ, അതിപ്പോഴും പ്രാബല്യത്തിലുണ്ടോ എന്ന്. ഇപ്പോഴെന്നല്ല, എപ്പോഴും നിനക്ക് ആ ഓഫർ ഉണ്ടായിരിക്കുന്നതാണ്. എപ്പോൾ വേണമെങ്കിൽ തന്നെ വിവാഹം കഴിക്കാൻ സമ്മതം അറിയിക്കാമെന്ന് തന്നെ ഹീറോ വ്യക്തമാക്കുന്നു. അങ്ങനെ ഹീറോയിൻ ആവട്ടെ എല്ലാ കാര്യങ്ങളും അവനോട് തുറന്ന് സംസാരിക്കുന്നുണ്ട്. തൻ്റെ അച്ഛനും അമ്മയും മരണപ്പെടുന്നതിന് മുമ്പ് തനിക്കായി വെച്ചിരുന്ന സ്വത്തുക്കളെല്ലാം തൻ്റെ അങ്കിളാണിപ്പോൾ നോക്കി നടത്തുന്നത്. അതെല്ലാം തനിക്ക് തിരിച്ചു വേണമെന്നുണ്ടെങ്കിൽ വിവാഹം കഴിച്ചേ മതിയാവും. ആ സ്വത്തുക്കളൊക്കെ നേടിയെടുക്കാൻ എന്നെ സഹായിക്കണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ വിവാഹം കഴിക്കണം എന്നും ഈ വിവാഹം സീരിയസ് ആയിട്ട് എടുക്കേണ്ട, എല്ലാ പ്രോബ്ലം അവസാനിച്ചതിന് ശേഷം ഡിവോഴ്സ് ചെയ്യാമെന്നും അവൾ പറയുന്നുണ്ട്. ഹീറോയ്ക്ക് ഇത് കേട്ടപ്പോൾ വിഷമാവുന്നുണ്ടെങ്കിൽ പോലും നിന്നിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ നീ എപ്പോഴും ഹോണസ്റ്റായി ഇരിക്കും. ഇപ്പോഴും നീ സത്യസന്ധമായി തന്നെ തന്നോട് കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിവാഹത്തിന് തനിക്ക് സമ്മതമാണ്. ഇത് കേട്ടപ്പോൾ ഹീറോയുടെ ആൾക്കാരുൾപ്പെടെ എല്ലാവരും ഷോക്കാവുന്നുണ്ട്. ഈ ഒരു വിവാഹത്തിലൂടെ തന്നെ നിങ്ങളുടെ മകനെ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് ഓർത്തിട്ട് നിങ്ങൾക്ക് ഭയം തോന്നിയില്ലേ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഞാനതിന് ഭയപ്പെടണം, ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. അവൻ തന്നെ ഇതൊക്കെ ഫേസ് ചെയ്തേ മതിയാവും, അവന് വേറെ വഴിയില്ലല്ലോ. തെറ്റ് ചെയ്തവൻ തീർച്ചയായും അതിനുള്ള ശിക്ഷ അനുഭവിക്കണം. അങ്ങനെ ഹീറോയും ഹീറോയിനും പെട്ടെന്ന് തന്നെ വിവാഹിതരാകുന്നു. ഹീറോയുടെ ആളുകളെല്ലാം ഇത് നന്നായി തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഹീറോ തുടർന്ന് അവളോട് പറയുന്നുണ്ട്, ഞാൻ ഈ ജനറേഷനിലുള്ള ആളില്ല, നീ പറയുന്ന പോലെ അങ്കിൾ തന്നെയാണ്. ഈ ജനറേഷനിലുള്ള ആളുകൾ എന്ത് പറഞ്ഞാണ് പ്രപ്പോസ് ചെയ്യുന്നതെന്നും തനിക്കറിയില്ല. ഞാനത്ര റൊമാൻറ്റിക് ആയിട്ടുള്ള ആളുമല്ല. പക്ഷേ നീ എൻ്റെ വൈഫായിരിക്കുന്നിടത്തോളം കാലം ഈ റിങ് നിന്റെ കയ്യിലുണ്ടായിരിക്കണമെന്ന് അവൻ പറയുന്നു. തുടർന്ന് അവളാവട്ടെ അവന് കൈകൾ നീട്ടിക്കൊടുക്കുന്നുണ്ട്. ഹീറോ തന്നെ അത് അവളുടെ കൈവിരലിലേക്ക് ധരിപ്പിക്കുകയും ചെയ്യുന്നു. നിന്റെ സ്വത്തുക്കൾ നേടിയെടുക്കാനായി ഞാൻ നിന്നെ സഹായിക്കില്ല, പക്ഷേ നിനക്കൊരു തുണയായി നിന്റെ നിഴലായി തന്നെ എപ്പോഴും ഞാൻ ഉണ്ടാവുമെന്ന് ഹീറോ ഉറപ്പ് നൽകുന്നു. നിനക്ക് നേടിയെടുക്കേണ്ട കാര്യങ്ങൾ നീ തന്നെ നേടിയെടുക്കണം, അതിനൊരു പിന്തുണയായി താനൊപ്പം ഉണ്ടാവുമെന്നും അവൻ പറയുന്നു. ഇതും കൂടി കേട്ടപ്പോൾ ഹീറോയിൻ വല്ലാതെ ഇംപ്രസ്ഡ് ആയി പോകുന്നുണ്ട്. ഇതേ സമയം ആജിങ് ആവട്ടെ എബ്രോഡിൽ നിന്ന് അങ്ങരും അറിയാതെ തന്നെ നാട്ടിലേക്ക് എത്തിയിരുന്നു. വീട്ടിലേക്ക് മടങ്ങിയെത്തി അവനെ കാണാനായി ചാർമിങ് വരുന്നുണ്ട്. അവളെങ്ങനെ അവൻ അവിടെ ഉള്ള കാര്യം അറിഞ്ഞു എന്നറിയില്ല. നിനക്ക് നാണമില്ലേ എന്നെ വിട്ടിട്ട് പോകാൻ? നിനക്കൊരു അനന്തരാവകാശി ജനിക്കാൻ പോവുകയാണ്, എന്നിട്ട് നീ എന്നെ തനിച്ചാക്കി പോയോ എന്ന് ചോദിച്ച് സ്കാൻ റിപ്പോർട്ടൊക്കെ അവൻ്റെ മുഖത്തേക്ക് അവൾ വലിച്ചെറിയുന്നു. ശരിയാണ്, കുഞ്ഞ് തൻ്റേത് തന്നെയാണ്. ആ സ്ഥിതിക്ക് കുഞ്ഞിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഞാൻ ഏറ്റെടുത്തോളാം. കുഞ്ഞിൻ്റെ സർവ്വകാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. പക്ഷേ നിന്നെ എനിക്ക് വിവാഹം കഴിക്കാൻ സാധിക്കില്ല എന്ന് തന്നെ അവൻ വ്യക്തമാക്കുന്നു. തൻ്റെ കുഞ്ഞിനൊന്നും സംഭവിക്കാതെ സേഫായി മാത്രം ഇരുന്നാൽ മതിയെന്ന് ചാമിങ്ങും പറയുന്നു. ഹീറോയിന് വേണ്ടി ഹീറോ ആവട്ടെ ഒരു ഷോപ്പിംഗ് മാള് തന്നെ വീടിനകത്ത് സെറ്റ് ചെയ്തിരുന്നു. ഇതൊക്കെ കണ്ട ആശ്ചര്യത്തോടെ അവൾ ഓരോ വസ്തുവിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. ഇതൊക്കെ ഇത്ര പെട്ടെന്ന് തനിക്ക് വേണ്ടിയിട്ടാണോ സെറ്റ് ചെയ്തെന്ന് അവൾ ആശ്ചര്യത്തോടെ തന്നെ കെന്നിയെടുത്ത് ചോദിക്കുമ്പോൾ തൻ്റെ ബോസ് വിചാരിച്ചാൽ ഇതല്ല ഇതിനപ്പുറവും ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞ് ഹീറോയെ അവൻ പുകഴ്ത്തുന്നുണ്ട്. അവരുടെ സംസാരം കേട്ടുവന്ന ഹീറോ ആവട്ടെ ഹീറോയിൻ്റെ അടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ജനറേഷനിലുള്ള പെൺകുട്ടികൾക്ക് എന്താണ് ഇഷ്ടമെന്നൊന്നും എനിക്കറിയില്ല. നിനക്ക് യാതൊരു വിഷമവും കഷ്ടതകളും വരാൻ പാടില്ല, അതുകൊണ്ട് സെറ്റ് ചെയ്തതാണെന്ന് പറയുമ്പോൾ തന്നെ അവൾ പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യം നിങ്ങൾക്കില്ല എന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം നീ എൻ്റെ വൈഫ് തന്നെയാണ്. ആ സ്ഥിതിക്ക് നിനക്ക് യാതൊരു കുറവുകളും വരുത്താതെ തന്നെ ഞാൻ നോക്കുമെന്ന് ഹീറോയിൻ പറയുന്നു. ഹീറോയിൻ പറഞ്ഞതനുസരിച്ച് അവളുടെ അങ്കിളും വൈഫും ഒക്കെ അവളെ കാണാനായിട്ട് അവരുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ഇവളെങ്ങനെയാണ് ഇത്രയും വലിയ വീട്ടിൽ താമസിക്കാൻ പോകുന്നത്? ഇവള് നമ്മളെ പറ്റിക്കുകയാണെന്ന് തോന്നുന്നു. ഏതെങ്കിലും ഒരുത്തനെ ഭർത്താവാണെന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാശ് കൊടുത്ത് റെഡിയാക്കി നിർത്തി കാണും. ഇതൊക്കെ റെന്റിനെടുത്തായിരിക്കുമെന്ന് തന്നെ
അവളുടെ ആന്റി പറയുന്നുണ്ട് ഇതേ സമയം തന്നെയായിരുന്നു ഹീറോയിൻ അവിടേക്ക് കടന്നു വന്നത്. അവളെ കണ്ട ഉടനെ തന്നെ കസിൻ പറയുന്നുണ്ട് ഇതൊന്നും വില കൂടിയ വസ്ത്രങ്ങളൊന്നുമല്ല, ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് തന്നെയല്ലേ എന്ന് അവളുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നു. ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും അല്ലെങ്കിലും നിന്റെ അടുത്ത് ഞാനതൊക്കെ പ്രൂവ് ചെയ്യേണ്ട കാര്യമുണ്ടോ? എന്റെ വിവാഹം കഴിഞ്ഞു. മുത്തശ്ശൻ തനിക്ക് പറഞ്ഞ ടൈമിൽ തന്നെ തന്റെ വിവാഹം കഴിഞ്ഞിരിക്കുകയാണ്. ആ സ്ഥിതിക്ക് തന്റെ സ്വത്തുക്കളെല്ലാം തനിക്ക് ലഭിക്കാൻ പോവുകയാണെന്ന് ഹീറോയിൻ സന്തോഷത്തോടെ പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരുത്തനെ ഭർത്താവാണെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയാൽ എന്റെ അച്ഛൻ അങ്ങ് വിശ്വസിക്കുമെന്ന് വിചാരിച്ചോ? എന്റെ അച്ഛൻ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നിന്റെ ഹസ്ബൻഡായിട്ട് നീ കൊണ്ടുവരാൻ പോകുന്നവനെ അംഗീകരിക്കൂ. തീർച്ചയായും നിന്റെ അച്ഛൻ അംഗീകരിക്കും, അല്ലാതെ അദ്ദേഹത്തിന് വേറെ വഴിയില്ലാന്ന് തന്നെ ഹീറോയിൻ ചിരിച്ചുകൊണ്ട് പറയുന്നു. ഇപ്പോഴാണ് നമ്മുടെ ഹീറോയുടെ ഗംഭീരമായ എൻട്രി നടക്കുന്നത്. ഇപ്പോഴും 10-40 ആൾക്കാരുമായിട്ടാണല്ലോ അവന്റെ നടപ്പ്. അതുപോലെ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ അവിടേക്കും വന്നിരിക്കുന്നത്. അവനെ കണ്ടപ്പോൾ തന്നെ മറ്റുള്ളവർക്കെല്ലാം മിണ്ടാട്ടം മുട്ടി. വേറൊന്നും കൊണ്ടല്ല, അവൻ അത്രത്തോളം പണക്കാരനാണല്ലോ. അതുകൊണ്ട് തന്നെ മറുത്തൊന്നും ശബ്ദിക്കാൻ അവർക്ക് സാധിച്ചില്ല. വലിയൊരു ഗാങ്സ്റ്റർ കൂടിയാണല്ലോ ഹീറോ. മറുത്തെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടയാളം പോലും ബാക്കി വെച്ചേക്കാതെ അവരെ കൊന്നുകളയുമോ എന്നുള്ള ഭയം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. അങ്കിൾ, നിങ്ങളുടെ പയ്യനെ ബ്രേക്കപ്പ് ചെയ്തിട്ട് അവനെയും പറ്റിച്ചിട്ട് ഇപ്പോൾ നിങ്ങളെ അവള് ചതിക്കുകയാണെന്ന് തന്നെ ഹീറോയിന്റെ കസിൻ പറയുന്നുണ്ട്. ഇവളെക്കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങളുടെ മകനോട് തന്നെ ചോദിച്ചു നോക്കെന്ന് പറയുമ്പോൾ ഹീറോയിൻ ആവട്ടെ അവളുടെ കരണം നോക്കി ഒരു അടി കൊടുക്കുന്നുണ്ട്. അവനെക്കുറിച്ച് സംസാരിക്കുന്നു. അവൻ എന്നോട് എന്താ ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ? നാണമില്ലേ നിങ്ങൾക്കൊക്കെ? ഇത്രയും നാളെ എന്റെ സ്വത്തുകൾ കൈയടക്കി തന്നെയല്ലേ നിങ്ങൾ ജീവിച്ചത്? ആ ഒരു സ്നേഹം പോലും തന്നോടില്ലല്ലോ എന്ന് അവള് ചോദിക്കുന്നുണ്ട്. അങ്കിൾ, ഇതാണ് എന്റെ ഹസ്ബൻഡ്. മുത്തശ്ശൻ പറഞ്ഞ പോലെ തന്നെ താൻ വിവാഹിതയായിരിക്കുകയാണ്. അപ്പോൾ എന്റെ ബിസിനസ് വീടും മറ്റുമെല്ലാം തനിക്ക് മടക്കി തരണമെന്ന് അവൾ ആവശ്യപ്പെടുന്നു. അങ്കിളിന് അതൊന്നും വിട്ടുകൊടുക്കാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ അയാൾ സൈലന്റ് ആയി നിൽക്കുന്നുണ്ട്. ശരിക്കും എനിക്ക് വിവാഹത്തിൽ അത്ര വിശ്വാസം പോരാ. ആദ്യം നിങ്ങളുടെ മകനെയല്ലേ ഇവള് സ്നേഹിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവള് നിങ്ങളെ വിവാഹം കഴിച്ചെന്നാണല്ലോ പറയുന്നത്. ഇതൊന്നും വിശ്വസിക്കാൻ തന്നെ കൊണ്ടാവുന്നില്ല എന്ന് തന്നെ ഹീറോയുടെ തുറന്നു പറയുന്നുണ്ട്. അവർ രണ്ടുപേരും ബ്രേക്കപ്പ് ചെയ്തു, ഞങ്ങളിരുവരും വിവാഹം കഴിച്ചു, അതിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നമെന്ന് തന്നെ ഹീറോ ചോദിക്കുന്നുണ്ട്. ഹീറോയെ എതിർത്ത് അയാൾക്കൊന്നും പറയാനും സാധിക്കുന്നില്ല. അയാൾ സൈലന്റ് ആയി നിൽക്കുന്നത് കണ്ടിട്ട് തന്നെ ഹീറോ പറയുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ എന്താണ് പ്രശ്നം? അവൾക്ക് അവകാശപ്പെട്ടതെല്ലാം അവൾക്ക് തന്നെ തിരിച്ചു നൽകിയേക്ക്. അതിനുശേഷം വേറെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാമെന്ന് തന്നെ റഫായി അവൻ പറയുന്നുണ്ട്. ഹീറോ ആവട്ടെ അവരുടെ പക്കലേക്ക് ഒരു ഫയൽ ഏൽപ്പിക്കുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, അവർ ബിസിനസ് കാണിച്ചിരിക്കുന്ന ഫോൾട്ടുകളെല്ലാം രേഖകളാക്കിയിരുന്നതായിരുന്നു ആ ഫയലിൽ ഉണ്ടായിരുന്നത്. ഇത് കണ്ട് അവർ 3 പേരും ഭയന്നു പോകുന്നു. ഇപ്പോൾ അവരെ എതിർക്കാൻ അങ്കിളിന് വേറെ മാർഗമില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് കുറച്ചും കൂടി ഒന്ന് ആലോചിക്കാൻ ടൈം വേണം എന്നും പറഞ്ഞ് ദേഷ്യം അവിടം വിട്ട് പോകുന്നുണ്ട്. അവർ പോയതിനു ശേഷം എന്താണ് അവരെ കാണിച്ചെന്ന് ഹീറോയിൻ സംശയത്തോടെ ഹീറോ അടുത്ത് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ നിനക്കതിനെ പറ്റി അറിയണോ? നിന്റെ അങ്കിള് എന്തൊക്കെ ഫ്രോഡ് പരിപാടികൾ ചെയ്തിട്ടുണ്ടോ അതിന്റെയൊക്കെ രേഖകളാണെന്ന് പറയുമ്പോൾ ഹീറോയിൻ സന്തോഷപ്പെടുന്നുണ്ട്. തനിക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്തിരിക്കുകയാണ്. തന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇതിനു മുമ്പ് തന്നെ ഇതൊക്കെ അവൻ ശേഖരിച്ചു വെച്ചെന്നോർത്ത് അവൾക്ക് വല്ലാതെ സന്തോഷമാവുന്നുണ്ട്. നിങ്ങൾ എന്നെ സഹായിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളെ ഡിവോഴ്സ് ചെയ്യാനിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് വിഷമമുണ്ട്. എന്നിരുന്നാലും നിങ്ങൾ എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങളൊന്നും ചെയ്തു തരണ്ട എന്ന് അവൾ പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ഹീറോയ്ക്ക് നന്നായി വിഷമമാവുന്നുണ്ടെങ്കിലും അതൊന്നും കുഴപ്പമില്ല, നിനക്ക് എന്നെ എപ്പോൾ വേണമെങ്കിലും ഡിവോഴ്സ് ചെയ്യാമെന്നും അവൻ പറയുന്നു. പിന്നീട് ഹീറോയുടെ അമ്മയെ കാണിക്കുന്നുണ്ട്. അവരാണെങ്കിൽ എബ്രോഡിൽ നിന്ന് ഹീറോയുടെ വിവാഹം കഴിഞ്ഞു എന്നറിഞ്ഞ് ഹീറോയിനെ കാണാനായി മടങ്ങിയെത്തിയിരിക്കുകയാണ്. കെന്നിയിൽ നിന്ന് ഹീറോയിൻ ഷോപ്പിങ്ങിന് പോയിന്ന് മനസ്സിലാക്കി അവരാവട്ടെ ഹീറോയിനെ നേരിട്ട് കാണാനായി അവൾ ഷോപ്പിങ്ങിന് പോയിരിക്കുന്നിടത്തേക്ക് ചെല്ലുന്നുണ്ട്. അവൾ ഷോപ്പിങ്ങിന് പോയ സ്ഥലത്തേക്ക് തന്നെ അവളുടെ ബെസ്റ്റ് വരുന്നുണ്ട്. ഇവിടെ നിന്നൊന്നും ഒരു സാധനങ്ങൾ പോലും പർച്ചേസ് ചെയ്യാനുള്ള അർഹത നിനക്കില്ല എന്ന് അവൾ പറയുന്നു. എന്റെ ബോയ് ഫ്രണ്ട് ആരാണെന്ന് നിനക്ക് അറിയാമല്ലോ, ഒന്ന് പറഞ്ഞാൽ മതി, ഇവിടെയുള്ളതെല്ലാം തനിക്ക് വേണ്ടി വാങ്ങി നൽകും. അതുമാത്രമല്ല അവന്റെ കുഞ്ഞിന് വേണ്ടി അവൻ എന്തും ചെയ്യും, തന്നോട് എന്തൊരു സ്നേഹമാണെന്നൊക്കെ പറഞ്ഞ് അവൾ കഥ തട്ടിവിടുന്നുണ്ട്. അങ്ങനെയാണോ? കേട്ടതിൽ വളരെ സന്തോഷമുണ്ടെന്ന് തന്നെ ഹീറോയിൻ പറയുമ്പോൾ എന്നാൽ നിനക്ക് ആരാണുള്ളത്? അച്ഛനും അമ്മയും മരണപ്പെട്ടു, നിന്റെ അങ്കിൾ അവിടെ നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയേക്കല്ലേ എന്ന് പറയുമ്പോൾ തന്നെ ഹീറോയിൻ ദേഷ്യത്തോടെ അവളുടെ കരണത്തടിക്കുന്നു. അവിടേക്ക് ഹീറോയുടെ അമ്മ വരുന്നുണ്ട്. നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് എൻ്റെ മരുമകളോട് ഇങ്ങനെ മോശമായി പെരുമാറിയെന്ന് ചോദിച്ചു തന്നെ അവളുടെ കയ്യിലുള്ള ഫോൺ ഹീറോയുടെ അമ്മ തട്ടിപ്പറിക്കുന്നുണ്ട്. ഇവൾ ആരാണെന്ന് നിനക്കറിയാമോ? ഏത് വീട്ടിലെ മരുമകളാണെന്ന് നിനക്കറിയാമോ? ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? വലിയ വലിയ ഗാങ്സ്റ്റേഴ്സ് പോലും എൻ്റെ മുമ്പിൽ മുട്ടുമടക്കി നിൽക്കും. നീ എൻ്റെ മരുമകളോട് മോശമായി അഹങ്കാരത്തോടെ സംസാരിക്കുകയാണോ എന്ന് ചോദിച്ച് അവർ ദേഷ്യപ്പെടുന്നുണ്ട്. ഹീറോയുടെ ആളുകളൊക്കെ ഉള്ളിലേക്ക് വന്നപ്പോൾ ആന്റി ഇത് നിങ്ങളാണോ എന്ന് അവൾ സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. അയ്യോ മോളെ, നീ എന്നെ ആന്റി എന്നൊന്നും വിളിക്കേണ്ട, സ്നേഹത്തോടെ അമ്മയെന്ന് വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞ് അവളെ അവർ തിരുത്തുന്നുണ്ട്. വിവാഹ സമ്മാനമായി തന്റെ മരുമകൾക്ക് ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് വാങ്ങി നൽകാമെന്നാണ് വിചാരിക്കുന്നത്. അതിനു മുമ്പ് ഇവളെ വേസ്റ്റ് ബിന്നിലേക്ക് കൊണ്ടു കളയുന്നതിനെ ഹീറോയുടെ ആളുകളെടുത്ത് അവന്റെ അമ്മ പറയുന്നുണ്ട്. തുടർന്ന് ചാമിങ്ങിനെ അവന്റെ ആളുകൾ എടുത്തോണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ വല്ലാതെ പതർച്ചയോടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ഹീറോയിൻ എഗ്രിമെന്റ് വിവാഹമാണല്ലോ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ. എന്നാൽ ഹീറോ വീട്ടിലെത്തിയപ്പോൾ കാണുന്നത് അവരിരുവരും നല്ല അടുപ്പമുള്ളതും സ്നേഹമുള്ളതുപോലെയും പെരുമാറുന്നതാണ്. അവനെ കണ്ടുടഞ്ഞു തന്നെ അവന്റെ അമ്മയാവട്ടെ അവനോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്റെ മരുമകളെ നീ എന്നിൽ നിന്ന് മറച്ചു വെക്കാമെന്ന് വിചാരിച്ചു എന്ന് ചോദിച്ചുകൊണ്ട് ഹീറോയിനാവട്ടെ ഇതൊക്കെ കേട്ടിട്ട് പതർച്ചയോടെ എഴുന്നേൽക്കുന്നുണ്ട്. ഹീറോ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് അവള് പറയുന്നുണ്ട്, ഇല്ലില്ല, ഞാൻ കുറച്ച് നാളത്തേക്ക് ഇതൊന്ന് മറച്ചു പിടിക്കാൻ പറഞ്ഞത് വരുന്നും കൊണ്ടല്ല, കോളേജ് പോലും ഞാൻ ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലാന്ന് തന്നെ ഹീറോയിൻ പറയുന്നുണ്ട്. എന്തായാലും നന്നായി, പ്രായം ചെന്ന തന്റെ മകൻ ഒറ്റയ്ക്കങ്ങ് മരിച്ചു പോകുന്ന കരുതിയിരുന്നയാണ്. ഒടുവിൽ തനിക്കൊരു സുന്ദരിയായ മരുമകളെ ലഭിച്ചല്ലോ.
നിനക്ക് എങ്ങനെ തോന്നിയടാ അവളെ എന്നിൽ നിന്ന് മറച്ചു പിടിക്കാൻ? ഈ നാട്ടിലാർക്കും തന്നെ നാണം കെടുത്തി സംസാരിക്കാൻ ധൈര്യമില്ല. പക്ഷെ നിങ്ങൾ ഒരുത്തി മതിയല്ലോ എന്ന് തന്നെ ഹീറോയും പറയുന്നു. തൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന മരുമകൾക്ക് തലമുറകളായി കൈമാറി വരുന്ന ബ്രേസ്ലെറ്റാണിത്. ഇതൊരിക്കലും കൈമാറാൻ സാധിക്കില്ലല്ലോ എന്ന് വിചാരിച്ച് താൻ വിഷമിച്ചിരുന്നതാണ്. എന്തായാലും ഇപ്പോൾ തനിക്ക് ദൈവം സഹായിച്ച് അങ്ങനെ ഒരു അവസരം നൽകിയല്ലോ. ഇനി മുതൽ മോളാണ് ഇതിൻ്റെ അവകാശി എന്നവർ പറയുന്നുണ്ട്. ഹീറോയിൻ അവിടെ അത് താൻ വാങ്ങുന്നത് തെറ്റാണല്ലോ എന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഹീറോയിനും കൂടി തിരിച്ചു പോകുന്ന സമയത്താവട്ടെ ഹീറോയിൻ അവിടെ ആ ബ്രേസ്ലെറ്റ് ഹീറോയുടെ പക്കലേക്ക് തിരിച്ചു കൊടുക്കാൻ നോക്കിയിട്ട് ഇത് നിങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് വാല്യൂ ഉള്ള ഒരു വസ്തുവാണ്, ഇതിനപ്പുറം എൻ്റെ പക്കൽ ഇത് ഇരിക്കുന്നത് തന്നെ തെറ്റാണ്, ഇത് നിങ്ങൾ തന്നെ വെച്ചോ എന്ന് അവൾ പറയുന്നുണ്ട്. ഞാനിനി ആരെയും പ്രണയിച്ച് വിവാഹം കഴിക്കാനൊന്നും പോകുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നീ തന്നെയാണ് എൻ്റെ വൈഫ്. അതുകൊണ്ട് ഇനി മുതൽ നീ തന്നെ ഇത് വെച്ചാൽ മതി എന്ന് പറഞ്ഞ് അവളുടെ കയ്യിലേക്ക് തന്നെ അവനത് വീണ്ടും പിടിപ്പിക്കുന്നുണ്ട്. മിറർ ഗ്ലാസ്സിലൂടെ കെന്നി ഇതെല്ലാം കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുകയായിരുന്നു. അവന് ഇവരിരുവരും പിരിയുമെന്നോർത്തിട്ട് വല്ലാതെ ടെൻഷനാവുന്നുണ്ട്. മനഃപൂർവ്വം തന്നെ അവൻ ബ്രേക്ക് പിടിക്കുന്നുണ്ട്. പെട്ടെന്ന് ഹീറോ താങ്ങി പിടിക്കുന്നതുകൊണ്ട് തന്നെ ഹീറോയിൻ അവനെ പോയി കിസ് ചെയ്യുന്നുണ്ട്. കെന്നിക്ക് കഴിച്ചുകൊണ്ട് വല്ലാതെ സന്തോഷമാവുന്നുണ്ട്. ഹീറോയ്ക്കും മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്ത സന്തോഷം തന്നെയായിരുന്നു. ഉള്ളിലെ സന്തോഷം മറച്ചു വെച്ച് വണ്ടി നേരെ ഓടിക്കിടാന്ന് തന്നെ കെന്നി എടുത്ത് ഹീറോ പറയുന്നുണ്ട്. ഓക്കെ ബോസ്, ഇനി അങ്ങനെയൊന്നും നടക്കില്ല എന്ന് തന്നെ കെന്നിയും പറയുന്നു. ചാമിങ് ആവട്ടെ നടന്ന കാര്യങ്ങളൊക്കെ വള്ളി പുള്ളി തെറ്റാതെ തന്നെ ആജിങ്ങിന്റെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്. ഹീറോന് വിവാഹം കഴിഞ്ഞെന്നോ? സാധ്യതയില്ല. ഞാനിവിടെ ഉള്ളപ്പോൾ അവളെ ആര് വിവാഹം കഴിക്കാനെന്ന് ചോദിച്ചുകൊണ്ട് തന്നെ അവനെ അവിടെ കോൾ ചെയ്യുന്നുണ്ട്. ഹീറോയിൻ അവിടെ ഇതേസമയം ഹീറോയുടെ വീട്ടിലായിരുന്നു. എനിക്ക് വേണ്ടി നിങ്ങളുടെ അമ്മയും നിങ്ങളെ ചേർന്ന് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്യൂട്ട് വാങ്ങിയിട്ടുണ്ട്, അതൊന്ന് ഇട്ട് നോക്കാമോ എന്ന് ഹീറോയിൻ പറയുമ്പോൾ തന്നെ ഹീറോ സന്തോഷത്തോടെ അത് ധരിക്കുന്നുണ്ട്. അവനത് ധരിച്ചതിന് ശേഷം തന്നെ ഹീറോയിൻ അവൻ്റെ ഭംഗി ആസ്വദിക്കുന്നുണ്ട്. ഞാനതൊക്കെ ധരിച്ചിട്ട് നീ ഹാൻസം ആണെന്ന് പറഞ്ഞു, പക്ഷേ എന്ത് പ്രയോജനം ഉള്ളതെന്ന് തന്നെ അവൻ ചോദിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെയായിരുന്നു ആജിങ്ങിൻ്റെ കോള് ഹീറോയിൻ്റെ ഫോണിലേക്ക് വന്നത്. ഹീറോ ആയിരുന്നു അറ്റൻഡ് ചെയ്തത്. നിനക്ക് എന്ത് വേണമെന്ന് തന്നെ കോൾ അറ്റൻഡ് ചെയ്ത ഉടനെ ഹീറോ ചോദിക്കുന്നുണ്ട്. ആരാടാ നീ? എൻ്റെ പെണ്ണിൻ്റെ അടുത്തുനിന്ന് മര്യാദയ്ക്ക് മാറിപ്പൊക്കോണോ എന്ന് അവൻ ദേഷ്യത്തോടെ പറയുമ്പോൾ, അങ്ങനെയാണോ? ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായും നീ എന്നോട് ഇങ്ങനെയൊന്നും പറയില്ല. നേരിൽ വാ, അപ്പോൾ നമുക്കിരുവർക്കും കാണാമല്ലോ മോനെ എന്ന് എന്നെ പറഞ്ഞിട്ട് ഹീറോ കോള് കട്ട് ചെയ്യുന്നു. പിറ്റേ ദിവസം ഹീറോയിൻ കോളേജിലായിരിക്കുന്ന സമയത്ത് ആജിങ് ദേഷ്യത്തോടെ തന്നെ അവളെ കാണാനായി അവിടെ എത്തുന്നുണ്ട്. ചെന്ന ഉടനെ തന്നെ അവൻ അവിടെ നൈറ്റ് നീ ആരോടൊപ്പം ആയിരുന്നെന്നും അവൻ നിന്നോടൊപ്പം എന്ത് ചെയ്യുകയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ സംസാരിച്ചത് ഹീറോയിനെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദേഷ്യത്തോടെ അവൻ്റെ കരണത്തവളൊരു അടി കൊടുക്കുന്നു. വന്ന് ഇവിടെ വെച്ച് എന്ത് വേണേലും പറയാമെന്നായോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അവളെ വിരട്ടിയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി അവനാവട്ടെ അവളോട് മുട്ടുകുത്തിയിരുന്ന് കെഞ്ചുന്നുണ്ട്. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. വേറെ ആരെയും നീ വിശ്വസിക്കരുത്. എന്നോടുള്ള ദേഷ്യത്തിന് ഞാനല്ല ഇതിനോടകം തന്നെ മറന്നു കഴിഞ്ഞിരിക്കുന്നു. നീ എന്നോട് ക്ഷമിക്ക്, എല്ലാം മറന്ന് നമുക്ക് വിവാഹിതരാവാന്ന് അവൻ പറയുന്നു. ഇതേ സമയം തന്നെ ഹീറോയുടെ ആളുകൾ അവിടെ എത്തി അവനെ തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഹീറോയിനെ കാണാൻ വേണ്ടിയിട്ട് ഹീറോയും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നീ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, അവൻ എത്രമാത്രം നിന്റെ അടുത്തേക്ക് മടങ്ങി വന്നാലും അവനെ തിരിച്ച് ഞാൻ എബ്രോഡിലേക്ക് തന്നെ അയക്കുമെന്ന് ഹീറോ പറയുന്നു. അവിടെ നിന്ന് ഹീറോയിനെയും കൂട്ടിക്കൊണ്ട് ഹീറോ പുറത്തേക്ക് പോകുന്നുണ്ട്. എവിടേക്കാന്ന് വെച്ചാൽ ഹീറോയുടെ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അവരെല്ലാം വലിയ വലിയ ഗാങ്സ്റ്റേഴ്സ് തന്നെയായിരുന്നു. ഹീറോയിന് ഒരുപാട് ഗിഫ്റ്റ്സുകളും അവർ നൽകുന്നുണ്ട്. ഹീറോയിന് ഡ്രിങ്ക്സ് ഒക്കെ എടുത്തുകൊണ്ട് നൽകുമ്പോൾ ഹീറോ അവിടെ അത് തടഞ്ഞിട്ട് അവൾക്ക് പകരം ഞാൻ കുടിച്ചോളാം, അവൾക്കിങ്ങനെ ഒരുപാട് ഡ്രിങ്ക്സ് ഒന്നും കൊടുക്കരുതെന്ന് പറഞ്ഞ് അവരെ വിലക്കുന്നുണ്ട്. ഉടനടി അവരെല്ലാവരും ഹീറോയെ കളിയാക്കാൻ തുടങ്ങുന്നുണ്ട്. ഇതുവരെ നീ ഒരു പെൺകുട്ടിയും കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഇതുപോലെ റൊമാൻറ്റിക് ആയിട്ടൊന്നും പെരുമാറിയിട്ടില്ലല്ലോ, ഈ ഒരു പ്രായത്തിലും ഇങ്ങനെയൊക്കെ റൊമാൻറ്റിക് ആവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചവർ കളിയാക്കുന്നു. പിറ്റേ ദിവസം ഹീറോയിൻ്റെ ആൻറ്റി ആവട്ടെ അവളെ വിളിച്ചു വരുത്തിയിട്ട് അവളുടെ അമ്മയുടെ സാധനങ്ങളൊക്കെ വലിച്ചെറിയുന്നുണ്ട്. ഹീറോയ്ക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് വല്ലാതെ ദേഷ്യം തോന്നുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് അവളുടെ അങ്കിളാവട്ടെ എന്ത് പറഞ്ഞ് ഹീറോയെ സമാധാനിപ്പിക്കണമെന്നറിയാതെ ആകെ ആശയക്കുഴപ്പത്തിലാവുന്നു. അതേസമയം തന്നെ അയാളുടെ ഭാര്യ വായി തോന്നിയതൊക്കെ പറയാനും തുടങ്ങിയിരുന്നു. ദേഷ്യം വന്ന ഹീറോ ആവട്ടെ ഇവരെയൊക്കെ ആഫ്രിക്കൻ കാട്ടിലേക്ക് കൊണ്ടുചെന്ന് വിടെന്ന് പറഞ്ഞ് ഹീറോയുടെ ആളുകൾക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. ഉടനടി തന്നെ ഹീറോയുടെ ആളുകൾ അമ്മയും മകളെയും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അവളുടെ അങ്കിളാവട്ടെ ഹീറോ എടുത്ത് കെഞ്ചാനും തുടങ്ങുന്നുണ്ട്. സാർ, ദയവ് ചെയ്തൊന്ന് മനസ്സിലാക്കണം, അവർ രണ്ടുപേർക്കും തീരെ വിവരമേ ഇല്ല. ദയവ് ചെയ്ത് ഞങ്ങളെ വെറുതെ വിടണം, എങ്ങനെയെങ്കിലും ഞാൻ പറഞ്ഞവരെ മനസ്സിലാക്കിക്കോളാം എന്ന് പറയുമ്പോൾ തന്നെ ഹീറോ ആവട്ടെ ദേഷ്യത്തോടെ അയാളുടെ മൂക്കിൽ തന്നെ ഒരു പഞ്ച് കൊടുക്കുന്നുണ്ട്. തന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ഒടുവിൽ അയാളാവട്ടെ ഹീറോയിനോട് ക്ഷമയാചിക്കുന്നുണ്ട്. എന്നാൽ ഹീറോയിനാവട്ടെ ഇയാളോട് താൻ ഒരിക്കലും ക്ഷമിക്കില്ല, എന്ത് വേണമെങ്കിലും ചെയ്തുവെന്ന് ഹീറോ എടുത്ത് പറയുകയും ചെയ്യുന്നു. പിന്നീട് ഹീറോ ആവട്ടെ അവളെ കൂട്ടി ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. വേറെ എവിടേക്കോ അല്ല, ഹീറോയിൻ പണ്ട് അവളുടെ അച്ഛനമ്മമാരോട് താമസിച്ചിരുന്ന വീടാവട്ടെ അവളുടെ അങ്കിള് വിറ്റിരുന്നു. അത് അവൾക്ക് വേണ്ടി വാങ്ങിച്ച് ഹീറോ തിരികെ നൽകിയിരിക്കുകയാണ്. ഹീറോയിൻ ആവട്ടെ വളരെയധികം ഹാപ്പി ആവുന്നുണ്ട്. അവളുടെ കണ്ണുകൾ നിറയുകയും ചെയ്യുന്നുണ്ട്. ഇനി കമ്പനിയിലേക്ക് നിന്റെ അങ്കിൾ ഒരിക്കലും വരത്തില്ല, ആ കമ്പനിയുടെ മുഴുവൻ ഷെയർസ് നിനക്കാണുള്ളത്, ആ കമ്പനി നീ തന്നെ നോക്കി നടത്തണം, ബിസിനസ് നോക്കി നടത്തണമെന്ന് പറഞ്ഞ് ടെൻഷൻ ആവുകയൊന്നും വേണ്ട, എല്ലാ കാര്യങ്ങളെക്കുറിച്ച് താൻ പറഞ്ഞു തരാമെന്ന് തന്നെ ഹീറോ വ്യക്തമാക്കുന്നു. പെട്ടെന്ന് ഹീറോയിന് വൊമിറ്റിംഗ് അനുഭവപ്പെടുന്നുണ്ട്. ഹീറോ ആവട്ടെ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അവിടുന്ന് സ്കാൻ റിപ്പോർട്ടിൽ നിന്ന് തന്നെ ഹീറോയിൻ പ്രഗ്നന്റ് ആണെന്നും അവളുടെ ഉള്ളില് 2 ജീവനുകൾ തുടിക്കുന്നുണ്ടെന്നും ഹീറോയ്ക്കാണെങ്കിൽ വല്ലാത്ത സന്തോഷമാവുന്നുണ്ട്. എന്നാൽ ഹീറോയിൻ ആവട്ടെ എങ്ങനെ അവനെ ഡിവോഴ്സ് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് വല്ലാത്ത കുഴപ്പത്തിലും ആവുന്നു.
നിങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങളെ വേണ്ടാന്നുണ്ടെങ്കിൽ തന്നോട് തുറന്നു പറയാമെന്ന് ഹീറോയിൻ പറയുന്നുണ്ടെങ്കിൽ പോലും ഹീറോ ആവട്ടെ സന്തോഷത്തോടെ അവളെ ഹഗ് ചെയ്യുന്നുണ്ട്. എങ്ങനെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ വേണ്ടാന്ന് വയ്ക്കും, അവരെൻ്റെ കുടുംബത്തിലെ അനന്തരാവകാശിയാണെന്ന് പറഞ്ഞ് തന്നെ ഹീറോ സന്തോഷപ്പെടുന്നുണ്ട്. തൻ്റെ കുഞ്ഞുങ്ങളുടെ ഹാർട്ട് ബീറ്റ് കേൾക്കുന്നു എന്ന് പറഞ്ഞ് തന്നെ ഹീറോ ആവട്ടെ അവളുടെ വയറിൽ തലവെക്കുന്നുണ്ട്. ഇപ്പോഴൊന്നും ഹാർട്ട് ബീറ്റ് കേൾക്കില്ല, ഇങ്ങനെ ഓവറായി സംസാരിക്കാതെ എന്ന് പറഞ്ഞ് ഹീറോയിൻ കളിയാക്കുകയും ചെയ്യുന്നു. ഈ വാർത്ത അറിഞ്ഞ് കെഞ്ഞു വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. എന്തൊക്കെയാ ഈ പറയുന്നത്? നിങ്ങളുടെ വൈഫ് എങ്ങനെ പ്രഗ്നന്റ് ആവും? 20 വർഷങ്ങൾക്ക് മുമ്പ് ആ ഒരു ആക്സിഡന്റിൽ തന്നെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ജനിക്കില്ല എന്ന് അറിഞ്ഞതല്ലേ? അതിനുശേഷമല്ലേ ആ പയ്യനെ നിങ്ങൾ അഡോപ്റ്റ് ചെയ്തത്? കുഞ്ഞുങ്ങൾ ജനിക്കാത്തത് കൊണ്ടല്ലേ നിങ്ങൾ വീണ്ടും ഒരു വിവാഹം കഴിക്കാനതും? ഇതെങ്ങനെ സാധ്യമാവുമെന്ന് ചോദിച്ചതന്നെ അവൻ ആശയക്കുഴപ്പത്തിലാവുന്നു. ചിലപ്പോൾ ഹീറോയുടെ പ്രശ്നങ്ങളൊക്കെ മാറിയതായിരിക്കാന്ന് പറഞ്ഞ് കിഞ്ഞി സമാധാനപ്പെട്ട് ദൈവത്തോട് നന്ദി പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയായിരിക്കാൻ യാതൊരു സാധ്യതയില്ല. ചിലപ്പോൾ അവർക്ക് ഡയഗ്നോസ് ചെയ്തതിൽ എന്തെങ്കിലും ഫോൾട്ട് പറ്റിയതാവാം. ചിലപ്പോൾ തനിക്കെല്ലാം ശരിയായി കാണാനും സാധ്യതയുണ്ടെന്ന് അവൻ പറയുന്നു. പക്ഷെ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടേക്ക് വന്ന ഹീറോയിൻ ഇതിനോടകം തന്നെ കേട്ടിരുന്നു. കെന്നി അവളെ കണ്ടതും വല്ലാതെ ഷോക്കാവുന്നുണ്ട്. ഞാൻ മറിഞ്ഞെന്ന് കേട്ടതല്ല, ഇവിടേക്ക് വന്നപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞതാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ട് തൻ്റെ മേലിൽ സന്ദേഹമൊന്നും തോന്നിയില്ല എന്നവൾ സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. നിന്റെ ഈ ചോദ്യത്തിന് എങ്ങനെ മറുപടി പറയണമെന്ന് തനിക്കും അറിയില്ല. പക്ഷെ എന്നെക്കാട്ടിലും 100 മടങ്ങ് ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് കേട്ടപ്പോൾ തന്നെ ഹീറോയിൻ ആവട്ടെ ഇതിനോടകം തന്നെ അവനോട് പതിയെ പതിയെ പ്രണയം തോന്നാൻ തുടങ്ങിയിരുന്നു. ആജിങ്ങാവട്ടെ ഇപ്പോൾ എബ്രോഡിലാണല്ലോ ഉള്ളത്. അവനാവട്ടെ അവൻ്റെ ചെറിയച്ഛനോട് സംസാരിക്കുന്നുണ്ട്. അച്ഛനാണെങ്കിൽ ഇപ്പോൾ മറ്റേതോ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തെന്നാണ് അറിയാൻ സാധിച്ചത്. വീട് വാങ്ങി നൽകുന്നു, ഷെയറൊക്കെ കൊടുക്കുന്നു. ഇങ്ങനെ പോയാൽ തൻ്റെ കാര്യം കഷ്ടത്തിലാവുമല്ലോ എന്ന് തന്നെ അവൻ പറയുമ്പോൾ, നിന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ? നീ എങ്ങനെയും വീട്ടിലേക്ക് മടങ്ങിപ്പോയേ മതിയാവൂ. അതിന് വീട്ടിലൊരു ഫംഗ്ഷൻ വരുന്നുണ്ടല്ലോ, അതിൻ്റെ പേരിൽ വീട്ടിലേക്ക് മടങ്ങാം. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിന്റെ അച്ഛനോട് നീ ക്ഷമയാചിക്ക്. തുടർന്ന് നിന്റെ രണ്ടാനമ്മ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും വേണമെന്ന് അയാൾ പറയുന്നുണ്ട്. ആദ്യം തന്നെ മുത്തശ്ശിയെ കാണാനായിട്ടാണ് ആജിങ്ങി പോകുന്നത്. നീ എന്തിനാ ഇവിടേക്ക് വന്നത്? നിന്നെ എബ്രോഡിലേക്ക് അയച്ചേയല്ലേ? നീ അവനോട് പെർമിഷൻ ചോദിച്ചിരുന്നോ എന്ന് തന്നെ അവർ ചോദിക്കുന്നുണ്ട്. ഇല്ലില്ല, ഫംഗ്ഷൻ നടക്കാൻ പോവുകയല്ലേ, അത് അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നതാണെന്ന് അവൻ പറയുന്നുണ്ട്. നല്ല സ്റ്റൈലിൽ തന്നെ ഇതേ സമയം ആളുകളുമായി ഹീറോ അവിടേക്ക് കടന്നു വരുന്നുണ്ട്. അവനാണെങ്കിൽ ഇപ്പോൾ 10 വയസ്സ് കുറഞ്ഞെന്ന് തോന്നും. നീ എന്തിനാ എവിടേക്ക് വന്നത്? വരാനുള്ള പെർമിഷൻ ഞാൻ നിനക്ക് തന്നില്ലല്ലോ. വീട്ടിൽ ഫംഗ്ഷൻ നടക്കാൻ പോവുകയല്ലേ അച്ഛ? ഞാനില്ലാതെ എങ്ങനെയാണ് ഫംഗ്ഷൻ നടക്കുന്നത്? അതിനുവേണ്ടി വന്നത്. അതുമാത്രമല്ല, അച്ഛൻ്റെ വിവാഹം കഴിഞ്ഞു എന്ന് കേട്ടു. എൻ്റെ അമ്മയെ അവരെയും കാണണ്ടേ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഞാൻ ആരെയെ വിവാഹം കഴിച്ചെന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചു തന്നെ അവനെ ഹീറോ കളിയാക്കുന്നുണ്ട്. ഹീറോ അവൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയ സമയത്ത് തന്നെയായിരുന്നു പിന്നാലെ ഹീറോയിനും അവിടേക്ക് വന്നത്. നീ എന്തിനാ ഇവിടേക്ക് വന്നേ എന്ന് ആജിങ്ങി സംശയത്തോടെ അവളോട് ചോദിക്കുന്നു. ഇവനെ ഞാൻ നേരെ ചൊവ്വേ വളർത്താത്തത് കൊണ്ടാണ് ഇവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ അവനാവട്ടെ അമ്പരന്ന് ഹീറോയെ നോക്കുന്നുണ്ട്. ഹീറോയിൻ്റെ അടുത്തേക്ക് വന്ന് അവളെ ചേർത്ത് പിടിച്ചു തന്നെ, ഇതാണ് തൻ്റെ വൈഫെന്നും ഇനി മുതൽ നിന്റെ അമ്മയാണ്. ഇവളെ അമ്മയെന്ന് മാത്രമേ വിളിക്കാവൂ. പേര് ചൊല്ലിയെങ്ങാനും വിളിച്ചാൽ നിന്നെ ജീവനോടെ വെച്ചേക്കില്ല എന്ന് പറഞ്ഞ് എന്നെ ഹീറോ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ കേട്ടപ്പോൾ അവനവിടെ തല ചുറ്റുന്ന പോലെ അനുഭവപ്പെടുന്നു. തീർച്ചയായും ഞാനത് അംഗീകരിക്കില്ല. നിങ്ങളെല്ലാവരും ചേർന്ന് എന്നെ പറ്റിക്കുകയാണ്. നിങ്ങൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുകയാണ്. ഇതൊന്നും ശരിയല്ല, തെറ്റാണെന്ന് പറഞ്ഞ് അവൻ അലറി വിളിക്കുന്നുണ്ട്. ഹീറോയിനവിടെ സൈലന്റായി ഇതെല്ലാം കണ്ട് ചിരിച്ചാസ്വദിച്ച് നിൽക്കുകയായിരുന്നു. അവന്റെ വായ എന്തായാലും അടങ്ങിയിരിക്കില്ലല്ലോ. ഇത്രയും നാൾ അവൾ എന്നോടൊപ്പമാണ് ചുറ്റിയത്, ഇപ്പോൾ നിങ്ങളോടൊപ്പം ചുറ്റുന്നു. നാളെ ആരോടൊപ്പം ചുറ്റുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു തന്നെ അവൻ അവളെക്കുറിച്ച് വേണ്ടാതെ ഞാൻ പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. ഹീറോ ആവട്ടെ അവന്റെ അടിവയറ്റിൽ തന്നെ ഒരു ചവിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട്. ഈ കുടുംബത്തിൽ നീ ഉണ്ടായിരിക്കണമെന്നുണ്ടെങ്കിൽ തൻ്റെ വൈഫിന് മര്യാദ നൽകിയേ മതിയാവൂ. എനിക്ക് ശേഷം എൻ്റെ സ്ഥാനത്തേക്ക് വരാൻ പോകുന്നത് അവളാണ്. അവളെക്കുറിച്ച് മോശമായി പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയില്ല എന്ന് തന്നെ അവൻ ദേഷ്യത്തോടെ പറയുന്നു. ഞാനല്ല നിനക്ക് ദ്രോഹം ചെയ്തത്, നീയാണ് എനിക്ക് ദ്രോഹം ചെയ്തത്. നിന്റെ അച്ഛനെ പോലൊരു മനുഷ്യനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അദ്ദേഹത്തെ വിവാഹം കഴിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷവതിയാണ്. നല്ല കാര്യം, എന്തായാലും എൻ്റെ ജീവിതത്തിൽ നീയില്ലല്ലോ. അത് തന്നെയാണ് തനിക്കിപ്പോൾ ഏറ്റവും സന്തോഷമെന്ന് പറയുമ്പോൾ ഹീറോയ്ക്കും ഇപ്പോഴാണൊന്ന് സമാധാനമായത്. ചെറിയ പ്രായം മുതലേ എന്ത് വേണമെങ്കിലും ജയിച്ച് വാങ്ങിക്കൊള്ളാനല്ലേ തന്നോട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോഴും ജയിച്ച് എന്നെ വാങ്ങിക്കൂ എന്ന് പറഞ്ഞ് അച്ഛനെ മകനാവട്ടെ ഫൈറ്റിന് വിളിക്കുന്നുണ്ട്. എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത ഹീറോ ആവട്ടെ അവനോട് ഫൈറ്റിനൊരുങ്ങുന്നു. ആജിങ്ങിനാവട്ടെ നല്ലപോലെ തന്നെ അടിയേൽക്കുകയും ചെയ്യുന്നുണ്ട്. ഹീറോയിനെ ചേർത്ത് പിടിച്ചിട്ട് തന്നെ ഹീറോ പറയുന്നുണ്ട്, ഇതിനപ്പുറം തൻ്റെ വൈഫിൻ്റെ അടുത്തേക്ക് നീ വരരുത്. അവളുടെ പേര് പോലും നിന്റെ നാവിൽ നിന്ന് വീഴാൻ പാടില്ല. പിന്നീട് എല്ലാവരെയും വിളിച്ചുകൂട്ടി തന്നെ ഹീറോ പറയുന്നുണ്ട്, തൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ്. ഞാനില്ലെങ്കിൽ പോലും എൻ്റെ വാക്കുകൾ നടപ്പിലാകണം. എനിക്ക് ശേഷം എൻ്റെ വൈഫാണ് ആ സ്ഥാനത്തേക്കുള്ളത്. തനിക്കുള്ളതെല്ലാം അവൾക്ക് അവകാശപ്പെട്ടതാണ്. താനില്ലെങ്കിലും അവളുടെ വാക്കുകൾ നിങ്ങൾ അനുസരിക്കണമെന്ന് പറഞ്ഞിട്ട് തന്നെ ഹീറോ അവിടെ നിന്ന് പോകുന്നു. ഹീറോയ്ക്ക് ശരിക്കും കുഞ്ഞുങ്ങളുണ്ടാകുന്നതിൽ യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അവൻ്റെ അനിയനുണ്ടല്ലോ. ഹീറോയ്ക്ക് ഒരു ആക്സിഡന്റ് പറ്റിയപ്പോൾ അവന് കുട്ടികളുണ്ടാവില്ല എന്ന് തെറ്റായ റിപ്പോർട്ട് തയ്യാറാക്കി എടുക്കുകയും അവന്റെ ഇല്ലീഗൽ മകനായിട്ടുള്ള ആജിങ്ങിനെ ഹീറോയ്ക്ക് ദത്തെടുത്ത് നൽകുകയുമായിരുന്നു. ഹീറോയുടെ കാലശേഷം എന്തായാലും സ്വത്തുക്കളെല്ലാം ആജിങ്ങിന് ലഭിക്കുമല്ലോ. അതിലൂടെ തന്നെ തനിക്കും അതിൽ അവകാശം ലഭിക്കുമെന്ന് അയാൾ കരുതിയിരുന്നു. ഇപ്പോൾ തലയിൽ ഇടിമിന്നലേറ്റതുപോലെയാണ് അയാളുടെ ഇരിപ്പ്. വേറൊന്നും കൊണ്ടല്ല, എല്ലാവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഹീറോയിന് അവകാശം കൈമാറിയത്. അതുകൊണ്ട് തന്നെ സ്വത്തുക്കളെല്ലാം ഹീറോയിന് തന്നെ ലഭിക്കുമെന്ന് അയാൾക്ക് വ്യക്തമാവുന്നുണ്ട്. തുടർന്ന് എന്തെങ്കിലും പ്ലാൻ ചെയ്ത് തന്നെ എല്ലാം നശിപ്പിക്കണമെന്നും അയാൾ വിചാരിക്കുന്നു. ആജിങ്ങാവട്ടെ വീണ്ടും ഹീറോയിനെ തനിച്ചു കാണാനായി ശ്രമിക്കുന്നുണ്ട്. നീ എൻ്റെ അച്ഛനെ വിശ്വസിക്കരുതെന്ന് അവൻ പറയുമ്പോൾ തന്നെ അവൾ പറയുന്നുണ്ട്, ഇതൊക്കെ നിന്റെ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും സ്വത്തുക്കളെല്ലാം തൻ്റെ പേരിൽ എഴുതി വെക്കും.
അതിനുശേഷം നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു തന്നെ അവനെ അവൾ കളിയാക്കുന്നു. അതങ്ങനെ നടക്കും, ഞാനാണ് അച്ഛൻ്റെ അനന്തരവാശി, എല്ലാ സ്വത്തുക്കളും എനിക്ക് തന്നെ ലഭിക്കുമെന്ന് അവൻ തർക്കിക്കുന്നുണ്ട്. അതെങ്ങനെ നിനക്ക് പറയാനാവും? ഇത് വെറുതെ കിടന്ന് കിട്ടിയതൊന്നുമല്ല, ഞാൻ ഒറ്റയ്ക്ക് സമ്പാദിച്ചതാണ്. എല്ലാ സ്വത്തുക്കളും തൻ്റെ ഭാര്യയ്ക്കാണെന്ന് പറയുമ്പോൾ തന്നെ അവനാവട്ടെ ഒരു ദിവസം പോലും നിങ്ങൾ എന്നെ മകനായി കണ്ടിട്ടില്ലേ എന്ന് വിഷമത്തോടെ ചോദിക്കുന്നു. ഇത്രയും നാളും ഞാൻ എൻ്റെ മകനായി തന്നെയാണ് നിന്നെ കണ്ടിട്ടുള്ളത്, പക്ഷേ എൻ്റെ മകനായിരിക്കാനുള്ള യാതൊരു അർഹതയും നിനക്കില്ല. നിന്നെ തിരുത്താനായി ഞാൻ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കിയതാണ്, പക്ഷേ നീ തെറ്റുകളിലേക്ക് തന്നെയാണ് വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഹീറോ ദേഷ്യപ്പെടുന്നുണ്ട്. അച്ഛാ, ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം, ഇനിയൊരിക്കലും ഈ തെറ്റ് ഞാൻ ആവർത്തിക്കില്ല, തിരുത്താനായി എനിക്ക് ഒരു അവസരം കൂടി തരണം, ഇവിടെ നിന്ന് എന്നെ എങ്ങോട്ട് പറഞ്ഞയക്കരുതെന്ന് പറഞ്ഞ് എന്നെ കാലിൽ വേണവൻ കെഞ്ചുന്നുണ്ട്. നീ ചെയ്ത പ്രവൃത്തികളൊന്നും ശരിയല്ല, നിന്നെ കാണുന്നത് പോലും എനിക്കിപ്പോൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് എന്നെ ഹീറോ അവിടെ നിന്ന് പോകുന്നു. ഹീറോയുടെ അനിയനാവട്ടെ അവനെ വിളിച്ചു വരുത്തിയിട്ട് തന്നെ അവനെ എരിവിരി കയറ്റുന്നുണ്ട്. ഇതിനപ്പുറം നിനക്കൊന്നും കിട്ടാനും പോകുന്നില്ല, നിന്നെ കൊണ്ടൊന്നും ചെയ്യാനും സാധിക്കില്ല. മൊത്തത്തിലുള്ള ഒരു ഗ്യാങ് പോലും നിന്റെ അടുത്ത് അനുസരണയോടെ നിൽക്കില്ല. ഇതിനെല്ലാം കാരണം എൻ്റെ ചേട്ടൻ തന്നെയാണ്. അവനെ എന്ത് ചെയ്യാൻ സാധിക്കുന്നു വെച്ചാൽ അവനെ കൊന്നു കളയണമെന്ന് തന്നെ പറയുന്നുണ്ട്. പിന്നീട് ഹീറോയുടെ കാറാവട്ടെ ആക്സിഡന്റ് ആവുന്നുണ്ട്. ആക്സിഡന്റ് എന്ന് പറയാൻ സാധിക്കില്ല, മനഃപൂർവ്വം ഇടിച്ചതാണ്. ഹീറോയിൻ ഹോസ്പിറ്റലിലേക്ക് എത്തിയപ്പോൾ തന്നെ ഹീറോയ്ക്ക് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു എന്നും ഇനി ജീവിതത്തിലേക്ക് മടങ്ങി വരവില്ല എന്നും ഡോക്ടേഴ്സ് പറയുന്നു. എല്ലാം നഷ്ടമായവളെ പോലെ തന്നെ ഹീറോയിൻ വല്ലാതെ ഫീൽ ചെയ്ത് കരയുന്നുണ്ട്. ഐസിയുവിൻ്റെ പുറത്ത് തന്നെ എല്ലാ ഗ്യാങ്സ്റ്റേഴ്സും കൂടി ഒത്തുകൂടിയിട്ട് ഹീറോയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആക്സിഡന്റ് സംഭവിച്ചതെന്നും ദേഷ്യത്തോടെ തന്നെ പരസ്പരം ആ വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവർ ആരാണെന്നൊക്കെ തിരക്കുകയും ചെയ്യുന്നു. ഹീറോയെ കണ്ടു മടങ്ങി വന്ന ഹീറോയിനാവട്ടെ വാതിലിൽ തന്നെ ബോധരഹിതയായി വീഴുന്നുണ്ട്. എന്തായാലും ഈ കണ്ട സ്വത്തുക്കളൊക്കെ നോക്കി നടത്താൻ അനന്തരാവകാശിയെ തിരഞ്ഞെടുക്കണമല്ലോ. ഹീറോയുടെ സഹോദരനാവട്ടെ ഇതിലെത്ര ആലോചിക്കാൻ എന്താ, ചേട്ടന് ഒരു മകൻ മാത്രമല്ലേ ഉള്ളൂ, അവൻ തന്നെയാണ് അടുത്ത അനന്തരാവകാശി എന്നങ്ങ് പ്രഖ്യാപിക്കുന്നുണ്ട്. അതെങ്ങനെ ശരിയാവും? തൻ്റെ കാലശേഷം എല്ലാം തൻ്റെ വൈഫിനാണെന്ന് സിയാങ് ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞാണല്ലോ എന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. അവളൊരു പെൺകുട്ടിയല്ലേ, അവളെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മളെന്താ അവിടെ ടൈലർ ഷോപ്പ് വല്ലതും നടത്തുകയാണോ? ഇത്രയും വലിയൊരു ഗ്യാങ് നടത്തിക്കൊണ്ടുപോകാൻ ഒരു പെണ്ണായി അവളെ കൊണ്ട് എന്തായാലും സാധിക്കില്ല എന്ന് തന്നെ ഹീറോയുടെ സഹോദരൻ പറയുന്നുണ്ട്. അത് നിങ്ങളല്ല തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹീറോയിൻ അവിടേക്ക് കയറി വരുന്നുണ്ട്. എൻ്റെ വയറ്റിൽ 2 ജീവനുകളുണ്ട്, അവർക്കാണ് ഇതെല്ലാം. തൻ്റെ ഹസ്ബൻഡ് ഇതിനു മുമ്പ് തന്നെ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഇതെല്ലാം എന്ന് പറഞ്ഞിരുന്നു എന്നും ഹീറോയിൻ വ്യക്തമാക്കുന്നു. തൻ്റെ ഹസ്ബൻഡ് തന്നെ വിട്ടുപോയത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ വളർന്ന് ഈ സ്ഥാനം ഏറ്റെടുക്കുന്നവരെ ഇതെല്ലാം താൻ നോക്കി നടത്തുന്നതായിരിക്കും. ഇതിനു മുമ്പ് തന്നെ തൻ്റെ ഹസ്ബൻഡ് ഇതൊക്കെ എങ്ങനെ നടത്തിക്കൊണ്ടു പോകണമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടെന്നും ഹീറോയിൻ വ്യക്തമാക്കുന്നു. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ നിന്നെ കൊണ്ട് എങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചു തന്നെ ആജിങ് അവിടെ വല്ലാതെ ദേഷ്യപ്പെടുന്നുണ്ട് ഹീറോയിൻ്റെ അടുത്ത്. ഇതിലിപ്പോൾ എന്താണ് പ്രശ്നം? നിങ്ങളുടെ വയറ്റിൽ 2 കുഞ്ഞുങ്ങളുണ്ട്, അത്രയല്ലേ ഉള്ളൂ. ആ കുഞ്ഞുങ്ങളെയും നിന്നെയും ആജിങ് നോക്കിക്കോളും. അവൻ്റെ അമ്മയെ അങ്ങനെ തള്ളിക്കളയാൻ സാധിക്കുമോ എന്ന് തന്നെ ഹീറോയുടെ സഹോദരൻ ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ നിന്ന് മടങ്ങി പോവുകയാണ്, എനിക്ക് വല്ലാത്ത അസ്വസ്ഥത അനുഭവപ്പെടുന്നു, പിന്നീട് എന്നെക്കുറിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് തന്നെ ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഞാൻ നിന്നെ കൊണ്ടുപോയി ആക്കാമെന്ന് പറഞ്ഞ് ആജിങ്ങും അവളുടെ കൂടെ കൂടുന്നുണ്ട്. കാറിലേക്ക് കയറിയ ഉടനെ തന്നെ ആജിങ് അവിടെ അവൾക്കൊരു മെഡിസിൻ നൽകിയിട്ട് ഈ മെഡിസിൻ നീ കഴിക്കുക, 2 ദിവസത്തിനകം നിനക്ക് അബോഷണവും, ഇപ്പോഴാണെങ്കിൽ അച്ഛനും ഇല്ലല്ലോ, ഞാൻ നിന്നെ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. ഇവൻ എത്ര ധൈര്യം ഉണ്ടട്ടാ തന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് തന്നെ ഹീറോയിൻ ദേഷ്യത്തോടെ തന്നെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അവൾ വിസമ്മതം അറിയിക്കുന്നത് കൊണ്ട് തന്നെ അവനവിടെ ഫോഴ്സ് ചെയ്ത് അവളുടെ വായിലേക്ക് മെഡിസിൻ വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. തുടർന്ന് ഹീറോയിൻ ആവട്ടെ ഗണ്ണെടുത്ത് അവൻ്റെ നെറ്റിയിലേക്ക് പിടിക്കുകയും ചെയ്യുന്നു. അവൻ വല്ലാതെ ഭയന്നുകൊണ്ട് തന്നെ പിന്നോട്ട് മാറുന്നുണ്ട്. നീ എന്തിനാ ഗണ്ണൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. നിന്നെ പോലെ ഒരുത്തനെ അടുത്തുണ്ടെങ്കിൽ തീർച്ചയായും നീ എന്നെ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, അതുകൊണ്ട് തന്നെയാണ് ഗണ്ണ് കരുതിയെന്ന് അവൾ ആവേശത്തോടെ പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഹീറോയുടെ ആളുകൾ വന്ന് അവനെ തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. നീയൊക്കെ എന്താടായി കാണിക്കുന്നത്? എൻ്റെ അച്ഛൻ്റെ മരണശേഷം ഞാനാ നിങ്ങളുടെയൊക്കെ ബോസ് എന്നവൻ ചീറിക്കൊണ്ട് പറയുന്നുണ്ട്. ഞാൻ പറയുന്നതൊക്കെ വേണം നിങ്ങൾ അനുസരിക്കാനെന്ന് പറയുമ്പോൾ തന്നെ ഇരുട്ടിന്റെ മറവിൽ ഒരാൾ നിൽക്കുന്നതായി അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. പരിചിതനായി തോന്നുകയും ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ അവിടെ വെളിച്ചം തെളിയുന്നുണ്ട്. ഹീറോ ആയിരുന്നു അത്. അച്ഛാ, നിങ്ങൾ ഇതുവരെ മരിച്ചില്ലേ എന്ന് തന്നെ അവൻ ഹീറോയുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നു. നിന്നെ പോലെ ഒരുത്തനെയാണല്ലോ ഞാൻ വളർത്തിയത്, തിരിഞ്ഞു നിന്നാൽ മുതുകിനെ കുത്തുന്നവനാ നീ, നിന്നെയൊക്കെ ഞാൻ വിശ്വസിക്കുന്നു നീ കരുതിയോന്ന് തന്നെ ഹീറോ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതല്ല എനിക്കുള്ളതാണ്, നിങ്ങൾ വളർത്തിയ ഒരേ ഒരു മകൻ ഞാനാണ്, ഇതിനെല്ലാം അനന്തരാവകാശി ഞാൻ തന്നെയാണെന്ന് അവൻ പറയുന്നു. ആരുടെ അനന്തരാവകാശിയെന്നാടാ നീ പറയുന്നതെന്ന് ചോദിച്ചു തന്നെ ഹീറോ അവൻ്റെ അടിവയറ്റിൽ ഒരു ചവിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് എന്താണ് സംഭവിച്ചതെന്നാണ് കാണിക്കുന്നത്. ഹീറോയിൻ ഹോസ്പിറ്റലിലേക്ക് പോയി ഹീറോയെ കണ്ടിട്ട് അവൻ്റെ അവസ്ഥ കണ്ടിട്ട് ഒരുപാട് കരഞ്ഞിരുന്നല്ലോ. അവൻ ശരിക്കും നടുക്കുകയായിരുന്നു. എന്നാൽ ഹീറോയിൻ ഓവറായി കരയുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ഇതിനപ്പുറം കരഞ്ഞും എൻ്റെ നെഞ്ചത്ത് തല്ലിയും നീ എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൻ ചിരിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്നുണ്ട്. തന്നെ കൊല്ലാൻ ശ്രമിച്ച ആളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു ഹീറോ ഇങ്ങനെ അഭിനയിച്ചിരുന്നത്. ഹീറോയിൻ്റെ അടുത്ത് തൻ്റെ പ്ലാനുകൾ അവൻ അറിയിക്കുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ അവൻ വളർത്തിയ മകൻ തന്നെയാണ് തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ തൻ്റെ സഹോദരൻ തന്നെയായിരിക്കും. അതോ 2 പേരും ചേർന്നാണോ തന്നെ കൊല്ലാൻ ശ്രമിച്ചെന്നറിയണം. പക്ഷേ താനല്ല, അത് നീയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ഹീറോയിൻ്റെ അടുത്ത് അവൻ പറയുന്നു. അതുവരെ താൻ സൈലന്റ് ആയിരിക്കുമെന്നും അവൻ ഓർമ്മപ്പെടുത്തുന്നു. ഹീറോ ആക്ഷൻ എന്ന് പറഞ്ഞേ ഉള്ളൂ. ഹീറോയിനാവട്ടെ അയ്യോ എന്നെ വിട്ടിട്ട് പോയല്ലോ എന്ന് പറഞ്ഞ് അലറി കരയുന്നുണ്ട്. കെന്നി അവിടെ വളരെയധികം ദേഷ്യത്തോടെ തന്നെ നിന്നെ പോലെ ഒരുത്തനെയാണല്ലോ അദ്ദേഹം ഇത്രയും നാളും എടുത്തു വളർത്തിയത്, എന്നിട്ട് ആ മനുഷ്യനെ തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നതെന്ന് ചോദിച്ച്
നിനക്കൊന്നും തീരെ മനസാക്ഷിയില്ലല്ലോ എന്ന് പറഞ്ഞ് എന്നെ ദേഷ്യപ്പെടുന്നുണ്ട്. കൈക്കുഞ്ഞായിരുന്നപ്പോഴല്ല ഞാൻ നിന്നെ അഡോപ്റ്റ് ചെയ്ത് വളർത്തിയത്. നിനക്ക് അറിവ് വെച്ച കാലം മുതൽ തന്നെയാണ് നീ എൻ്റെ കൂടെ കൂടിയതും. എൻ്റെ ചോരയിൽ പിറന്ന മകനല്ല നീ എന്ന് നിനക്ക് വ്യക്തമായി തന്നെ അറിയാം. എന്നോടിങ്ങനെ പെരുമാറാൻ നീ എപ്പോൾ തീരുമാനിച്ചോ അപ്പോൾ മുതൽ തന്നെ നീ എൻ്റെ മനസ്സിലും എൻ്റെ വീടിനും പുറത്താണ്. എപ്പോഴും അവൻ കാലിൽ വീണ് യാചിക്കുന്നത് പോലെ തന്നെ ഇപ്പോഴും അവൻ ഹീറോയുടെ കാലിൽ പിടിച്ച് യാചിക്കാൻ തുടങ്ങുന്നുണ്ട്. ഇനി നിന്റെ നടുപ്പൊന്നും എൻ്റെ അടുത്ത് ചെലവാവില്ല, മര്യാദയ്ക്ക് ഇവിടം വിട്ട് പൊക്കോ. ഇവനെ ആഫ്രിക്കൻ കാടുകൾക്കുള്ളിൽ ഉപേക്ഷിച്ചിട്ട് വാ എന്ന് തന്നെ ആളുകളോട് ഹീറോ പറയുന്നുണ്ട്. തുടർന്ന് ഹീറോയുടെ ആളുകൾ അവനെ തൂക്കിയെടുത്ത് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഹീറോയുടെ മനസ്സ് വല്ലാതെ വിഷമിച്ചിട്ടുണ്ടായിരുന്നു. വല്ലാതെ ഫീൽ ചെയ്ത് തന്നെ ഹീറോയിനെ ചേർത്ത് പിടിച്ച് അവൻ കരയുന്നുണ്ട്. എന്നിരുന്നാലും ഹീറോ അവന്റെ സഹോദരനെയും വെറുതെ വിടില്ലല്ലോ. അവനൊരു ചെറിയ പയ്യനല്ലേ, അവൻ കള്ളം പറഞ്ഞതാണ്. എനിക്ക് ഈ ആക്സിഡന്റുമായി യാതൊരു ബന്ധവുമില്ല, എന്നെ വെറുതെ വിടണമെന്ന് തന്നെ അയാൾ അപേക്ഷിക്കുന്നുണ്ട്. 20 വർഷങ്ങൾക്ക് മുമ്പ് ഹീറോയ്ക്ക് ആക്സിഡന്റ് പറ്റിയപ്പോൾ ഹീറോയ്ക്ക് ഇനി ഒരിക്കലും കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് സർട്ടിഫൈ ചെയ്ത ഡോക്ടറും അവിടേക്ക് വരുന്നുണ്ട്. ഇയാളാണ് തന്നെ ഫോഴ്സ് ചെയ്ത് ഇങ്ങനെ ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിരുന്ന ആ ഡോക്ടർ ഹീറോയുടെ സഹോദരനെ ചൂണ്ടിക്കൊണ്ട് പറയുന്നുണ്ട്. താൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല, ഇത് കുറ്റമാണെന്ന് പറഞ്ഞെങ്കിൽ പോലും തൻ്റെ മക്കളെ കൊല്ലുമെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു കള്ള സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് യാതൊരു കുഴപ്പവുമില്ല, കുഞ്ഞുങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞ് തന്നെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തന്നെ ഹീറോയെ ഡോക്ടറെ ഏൽപ്പിക്കുന്നുണ്ട്. ഇപ്പോഴെന്താ നിങ്ങളെല്ലാം കണ്ടുപിടിച്ചോ, ഞാൻ തന്നെയാണ് ഇതൊക്കെ ചെയ്തത്. 20 വർഷമായി നീ ചാവും എന്ന് പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എല്ലായിടത്തും ഫസ്റ്റ് ആവണമെന്ന് ഞാൻ വിചാരിക്കും, പക്ഷെ ചേട്ടൻ എല്ലാം ചെയ്യുമെന്ന് പറഞ്ഞ് നീ തന്നെ എല്ലായിടവും ഫസ്റ്റ് ആവും. ഒന്നാമതെത്താനായി നീ എനിക്ക് വഴിമാറി തരികയില്ല, നീ ഒട്ട് ചാവത്തുമില്ല എന്ന് പറയുന്നത് കേട്ടപ്പോൾ ഹീറോയ്ക്ക് ഭയങ്കരമായ ദേഷ്യം വരുന്നുണ്ട്. നിനക്ക് ഞാൻ ഒന്നും തരാത്തതിൻ്റെ കാരണം എന്താണെന്ന് നിനക്കറിയാമോ? നീ ആരോടും സത്യസന്ധമായി പെരുമാറാറില്ല. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, നിന്റെ സ്വന്തം ചോരയായ എന്നെ തന്നെ നീ കൊല്ലാൻ ശ്രമിച്ചത്. ഇങ്ങനെ നന്ദിയില്ലാത്തൊരു പ്രവൃത്തി കൊണ്ട് തന്നെ നീ ഒന്നും നേടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹീറോ അവൻ്റെ ആളുകളെ ഉപയോഗിച്ച് അവൻ എബ്രോഡിലായിരുന്നല്ലോ അവിടേക്ക് തന്നെ അയാളെ കൊണ്ടാക്കാനും പക്ഷേ അയാളുടെ അക്കൗണ്ട് മുഴുവൻ ബാൻ ചെയ്യാനും ഇതുവരെ അയാൾ ഉണ്ടായിരുന്ന പൊസിഷനിൽ നിന്നെല്ലാം അയാളെ മാറ്റാനും ആവശ്യപ്പെടുന്നുണ്ട്. ഹീറോ വീട്ടിലെത്തിയപ്പോഴേക്കും ഹീറോയിൻ ആവട്ടെ അവനെ വെയിറ്റ് ചെയ്ത് തന്നെ ഇരിക്കുകയായിരുന്നു. എന്ത് സംഭവിച്ചു കാണുമെന്നുള്ള ഭയം അവളെയും പിടികൂടിയിട്ടുണ്ടായിരുന്നു. എല്ലാം ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ ഓൾറെഡി വല്ലാത്ത വിഷമത്തിലായിരുന്നല്ലോ. കൂടെ ജനിച്ച സഹോദരനും അതുപോലെ വളർത്തിയ മകനും അവനെ ചതിച്ചല്ലോ. അവൻ വല്ലാത്ത വിഷമത്തിൽ തന്നെയായിരുന്നു. ഇനി നിങ്ങൾക്കാരുമില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും വിഷമിക്കുകയും ചെയ്യരുത്. ഞാനും നിങ്ങളുടെ മക്കളും ഇപ്പോഴും നിങ്ങളോടൊപ്പം കാണുമെന്ന് തന്നെ ഹീറോയിൻ പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ഹീറോയ്ക്ക് ഇതിൽ പരം ഒരു സന്തോഷമില്ലായിരുന്നു. ഈ ഒരു വാക്ക് കേൾക്കാനാണല്ലോ ഹീറോയും വെയിറ്റ് ചെയ്തിരുന്നത്. അവനും അവളെ കിസ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ മാസങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഗ്യാങ്സ്റ്റേഴ്സൊക്കെ ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ ആയയായി മാറിയിരിക്കുകയാണ്. ബോസ്, ഇപ്പോഴാണ് കുഞ്ഞിൻ്റെ ഡയപ്പർ ചേഞ്ച് ചെയ്തത്. ഏകദേശം 2 മണിക്കൂറായിരിക്കുന്നു. ഇനി ചേഞ്ച് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ 2 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ കുഞ്ഞിൻ്റെ ഡയപ്പർ കൃത്യമായി ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞ് ഹീറോ ആവട്ടെ കുഞ്ഞിനെ മേടിക്കുന്നുണ്ട്. ഓരോരുത്തരെ ചവിട്ടിക്കൂട്ടി ചുരുട്ടി പന്താക്കി എറിഞ്ഞുകൊണ്ട് കിടന്ന ഞങ്ങളെ ഇങ്ങനെയാക്കി മാറ്റിയല്ലോ എന്ന് കളിയായി തന്നെ ഹീറോയിൻ്റെ അടുത്ത് കെന്നി പറയുന്നുണ്ട്. അങ്ങനെ ഹീറോയിനും അവരുടെ കുഞ്ഞുങ്ങളുമായി സന്തോഷത്തോടെ ജീവിക്കുന്നിടത്ത് തന്നെ നമ്മുടെ ഡ്രാമ അവസാനിച്ചിരിക്കുകയാണ്. ഡ്രാമയിൽ കുറച്ച് കൂട്ടുകാർ എന്നോട് പേര് പറയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹായ് അൻഷ, ഷഫ, ഇസ, അനീറ്റ. ഇസ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ഡ്രാമ കണ്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കാതെ തന്നെ എക്സ്പ്ലനേഷൻ എങ്ങനെയുണ്ടായിരുന്നെന്നും കൂടെ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പുതുതായി നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ഓപ്ഷൻ കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു ഡ്രാമയുമായി ഉടനടി തന്നെ കാണാം. വീണ്ടും കാണും വരെ ബൈ ബൈ.